ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ വിദ്യാഭ്യാസം ഒരുക്കുക സർക്കാർ ഉത്തരവാദിത്തമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ആശ്വാസ് വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിൽ 11 കോടിയോളം രൂപ ധനസഹായം നൽകിയതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഷെയ്ഖ് സയ്യിദ് അവാർഡ് അക്ബർ ട്രാവൽസ് ചെയർമാൻ കെ.വി. അബ്ദുൽ നാസറിന്. PM ശ്രീ പദ്ധതിയിലൂടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ വിദ്യാഭ്യാസം ഒരുക്കുക സർക്കാർ ഉത്തരവാദിത്തമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഇടം സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊളത്തറയിലെ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഹാൻഡികാപ്ഡിൽ ഇടം സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം സജ്ജമായി. പെൺകുട്ടികൾക്കുള്ള വിശ്രമമുറി, സാനിറ്ററി പാഡ്, കിടക്ക, ശുചിമുറി, കുടിവെള്ളം എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. ഉദ്ഘാടനം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ വിദ്യാഭ്യാസം ഒരുക്കുകയെന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ വിദ്യാലയങ്ങളിലെ പെൺകുട്ടികൾ ഗുണഭോക്താക്കളായ ഒരു പദ്ധതി. പെൺകുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ പ്രയാസം അനുഭവിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് തലചായ്ക്കാൻ സ്വകാര്യതയുള്ള ഒരു ഇടം വേണമെന്ന് പലപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു വരുന്നത്. ആ ആഗ്രഹം ഇവിടെ സഫലമാവുക, അവർക്ക് വിശ്രമിക്കുവാനുള്ള പ്രത്യേക ഇടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു കംഫർട്ട് സ്റ്റേഷനല്ല. വൃത്തിയുള്ള ശുചിമുറി, കിടക്കുവാനുള്ള ബെഡ്, സാനിറ്ററി പാഡുകൾ ഉൾപ്പെടെയുള്ള സൗകര്യം, ഇവയൊക്കെ സജ്ജീകരിച്ച ഒരു ഇടം, ഒരു മനോഹരമായ ഇടം ആണ്. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ മൈമൂന അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ വി.കെ. ഷാഹുൽ ഹമീദ്, ഹെഡ്മാസ്റ്റർ വി.പി. അബ്ദുൽ ജലീൽ, CICS സെക്രട്ടറി അഡ്വക്കേറ്റ് എം. മുഹമ്മദ്, സ്കൂൾ സബ് കമ്മിറ്റി ചെയർമാൻ S. മുഹമ്മദ് യൂനിസ്, PTA പ്രസിഡന്റ് യാക്കൂബ് കിഴുവന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശ്വാസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ 11 കോടിയോളം രൂപ ധനസഹായം വിതരണം ചെയ്തതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ. ഒക്ടോബർ 23-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ധനസഹായ വിതരണ പരിപാടി മന്ത്രി A.K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇത് കേരളത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, കുറെ ജില്ലകളുണ്ട്. ഏകദേശം 9 ജില്ലകളിൽ ഇത് നടക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമാണ്. കാരണം ഈ ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഡൊണേഷനോ ഒന്നും സ്വീകരിക്കാതെയാണ് ഞങ്ങളിത് നടത്തുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത് വെച്ചാൽ 25,000-ഓളം ആളുകളുണ്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ. ഈ ഒരു പദ്ധതിയിൽ 25,000-ഓളം ആളുകളുണ്ട്. ഒരാൾ മരിച്ചാൽ 50 രൂപ ഡൊണേഷൻ ചെയ്യും. ഞങ്ങളുടെ വകയിൽ സംഭാവന 50 രൂപ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന 10 ലക്ഷം രൂപയാണ് ഓരോ കുടുംബങ്ങളും കൊടുക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആശ്വാസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വീതം 3 കുടുംബങ്ങൾക്ക് ഒക്ടോബർ 23-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പരിപാടി മന്ത്രി A.K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് P.K. ബാപ്പു ഹാജി മുഖ്യപ്രഭാഷണം നടത്തും.
ചടങ്ങിൽ മാതൃഭൂമി ബോർഡ് ഓഫ് ഡയറക്ടർ ചെയർമാൻ PV ചന്ദ്രൻ, പാരിസൺസ് മാനേജിംഗ് ഡയറക്ടർ NK മുഹമ്മദ് അലി എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന, ജില്ലാ, മണ്ഡലം വ്യാപാരി നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും പങ്കെടുക്കുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി V സുനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് കാപ്പാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് AVM കബീർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഗ്ലോബൽ NRI സമ്മിറ്റ് ഒക്ടോബർ 25 മുംബൈയിൽ നടക്കും. ഗോവ മുൻ ഗവർണർ PH ശ്രീധരൻ പിള്ളയെ അക്ഷരശ്രീ പുരസ്കാരം നൽകി ആദരിക്കും. ഷൈഖ് സയ്യിദ് അവാർഡ് അക്ബർ ട്രാവൽസ് ചെയർമാൻ KV അബ്ദുൽ നാസറിന് സമർപ്പിക്കും. ഷെയ്ഖ് സയ്യിദ് ഇന്റർനാഷണൽ അവാർഡിന് അക്ബർ ട്രാവൽസ് ചെയർമാൻ KV അബ്ദുൽ നാസറിനെ തെരഞ്ഞെടുത്തതായി ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷെയ്ഖ് സയ്യിദ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും യുഎഇയുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ 40 വർഷമായിട്ട് വർഷത്തിലൊരു പ്രാവശ്യം ഒരാൾക്ക് എന്നൊരു രൂപത്തിൽ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിനാണ് ഇന്ത്യയിൽ ഏകമായിട്ട് അത് കൊടുക്കാനുള്ള അംഗീകാരമുള്ളത്. ആ സംഭവം നടക്കുന്നത് ഒരു ഗ്ലോബൽ മീറ്റ്, 1000-ഓളം ആൾ പങ്കെടുക്കുന്ന മീറ്റ് അവിടെ വലിയൊരു ഹാളിലാണ്. വിവിധ ഭാഷകളിലായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ച് പൊതുപ്രവർത്തന രംഗത്ത് വേറിട്ട വ്യക്തിത്വമായി മാറിയ മുൻ ഗോവ, മിസോറാം ഗവർണർ PH ശ്രീധരൻ പിള്ളയെയും ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. ഒക്ടോബർ 25 ശനിയാഴ്ച മുംബൈ താനെ വെസ്റ്റിലെ ആർണസ്റ്റ് ഹാളിൽ വെച്ച് നടക്കുന്ന ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഗ്ലോബൽ NRI സമ്മിറ്റിൽ വെച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ PH ശ്രീധരൻ പിള്ളയ്ക്കുള്ള അക്ഷരശ്രീ പുരസ്കാര വിതരണവും അവാർഡ് ദാനവും നടത്തും. മഹാരാഷ്ട്ര ഗതാഗത വകുപ്പ് മന്ത്രി പ്രതാപ് ഷർനായിക്, BJP സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്ര ചവാൻ, താനെ MP നരേഷ് മഷാഖ്, കല്യാൺ MP ശ്രീനാഥ് ഏകനാഥ് ഷിൻഡെ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു, കോർഡിനേറ്റർ കോയട്ടി മാളിയേക്കൽ, അവാർഡ് നിർണയ കമ്മിറ്റി അംഗം AV ഫർദിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വിദ്യാലയങ്ങളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള BJPയുടെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കലാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്തിനാണ് 10-12 മാസം മുമ്പേ കത്തെഴുതി കേന്ദ്ര സർക്കാരിന് സമ്മതം കൊടുത്തത് എന്ന് കേരളത്തോട് വിശദീകരിക്കാൻ CPIM സന്നദ്ധമാകണം. ഇത് CPIM BJP ഒരു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഡീലുകളുടെ തുടർച്ചയായിട്ട് മനസ്സിലാക്കുന്നതും കൂടിയുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. കേരളത്തിലെ SFI എല്ലാ കാലത്തും വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ്. എന്താണ് SFI നേതൃത്വം ഇതിൽ നിലപാട് വിശദീകരിക്കാത്തത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ പോലും തടഞ്ഞുവെച്ച് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെയും ഫ്രട്ടേണിറ്റി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 25 സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസ്, കളക്ടറേറ്റ്, വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ, മണ്ഡലം തല പ്രതിഷേധങ്ങൾ, ക്യാമ്പസ്, സ്കൂൾ യൂണിറ്റുകളിൽ പ്രതിഷേധങ്ങൾ, ഒപ്പുശേഖരണം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM സാബിർ, സംസ്ഥാന സെക്രട്ടറി മുനീബ് എലങ്കമൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 906-1122-666. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തില്ല എന്ന മുദ്രാവാക്യവുമായി കുറ്റ്യാടി മേക്ക് 7 ഹെൽത്ത് ക്ലബ്ബ് 99ാം ദിവസം ആഘോഷിച്ചു. യോഗ ഇൻസ്ട്രക്ടർ നവാസ് അഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തില്ല എന്ന മുദ്രാവാക്യവുമായി കുറ്റ്യാടി മേക്ക് 7 ഹെൽത്ത് ക്ലബ്ബ് 99ാം ദിനം ആഘോഷിച്ചു. യോഗ ഇൻസ്ട്രക്ടർ നവാസ് അഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മേക്ക് 7 ഏരിയ കോർഡിനേറ്റർ ഷൗക്കത്ത് അലി മാസ്റ്റർ, റീജിയണൽ കോർഡിനേറ്റർ മുസ്തഫ കുന്നുമൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റ്യാടി കോഴിക്കോട് റോഡ് SBI ബാങ്ക് അങ്കണത്തിൽ രാവിലെ 6 മണി മുതലാണ് ദിവസേന മേക്ക് 7 പരിശീലനം നടന്നു വരുന്നത്. കോർഡിനേറ്ററായി ഹാഷിം നമ്പാട്ടിലിനെയും പ്രസിഡന്റായി അൻവർ വാഴാട്ടിനെയും തെരഞ്ഞെടുത്തു. നാസർ പൊയിലങ്കി, അസീസ് വടക്കെടുത്ത്, സൂപ്പി അടുക്കത്ത്, അബ്ദുൽ അലി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. എല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ള രൂപത്തിലുള്ള ഈ ഒരു കൂട്ടായ്മ മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ഷീൻ ഏറ്റെടുത്തത് അതിമഹത്തായ ദൗത്യമാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഷീൻ ഇന്റർനാഷണൽ കൺവെൻഷൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഷീൻ ഇന്റർനാഷണൽ കൺവെൻഷൻ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിവിധ സെഷനുകൾ കൺവെൻഷന്റെ ഭാഗമായി നടന്നു. പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടനവും അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ശുചീകരണ സേവനമനുഷ്ഠിക്കുന്ന സഹോദരിമാർക്ക് സ്നേഹാദരവും ദുരന്തസേനാ പ്രവർത്തകർക്കുള്ള ആദരവും ഒരുക്കി. വിദ്യാഭ്യാസ വിദഗ്ധർ, മോട്ടിവേഷണൽ സ്പീക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രക്ഷിതാക്കൾക്ക് ദിശാബോധം നൽകുന്ന നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പ്രസിഡന്റ് ഡോക്ടർ അബു താഹിർ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. 100 കുട്ടികൾക്കുള്ള ജൂനിയർ IAS കോഴ്സ് സൗജന്യമായി പഠിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനമാണ് MLA നിർവഹിച്ചത്. ഷീൻ ഇന്റർനാഷണൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് MD മുഹമ്മദ് റാഫി വിശദീകരിച്ചു. താലൂക്ക് ദുരന്ത നിവാരണ സേന അംഗങ്ങൾക്ക് മുൻ ചെറുവണ്ണൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബബിത ആശയും ഷീൻ പ്രവർത്തകരായ ഉമ്മർ കോയ, ഫാറൂഖ് മാങ്കാവ്, സലാം കല്ലായി, PV നാസർ തുടങ്ങിയവരും മൊമെന്റോ വിതരണം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ പരിപാടിയിൽ ശുചീകരണ സേവനമനുഷ്ഠിക്കുന്നവരെ ആദരിച്ചു. ദാവൂദ് മീഡിയ 1, റോഷൻ ജോൺ, സാഹിറ പറക്കോട്ട്, സിറാജുദ്ദീൻ ലക്ഷദ്വീപ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സാജൻ പുതിയോട്ടിലിന്റെ കവിതാ സമാഹാരം സ്വപ്നാടകന്റെ സുവിശേഷം പ്രകാശനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും ചലച്ചിത്ര ഗാനരചയിതാവ് കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ പുസ്തകം ഏറ്റുവാങ്ങി. ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സാജൻ പുതിയോട്ടിലിന്റെ കവിതാ സമാഹാരം സ്വപ്നാടകന്റെ സുവിശേഷം കവി PK ഗോപി പ്രകാശനം ചെയ്തു. ചലച്ചിത്ര ഗാനരചയിതാവ് ഡോക്ടർ കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. വ്യവസ്ഥിതി സമ്മാനിച്ച വിഷം ചിന്ത കൊണ്ടും വായന കൊണ്ടും അമൃതാക്കി മാറ്റാൻ സോക്രട്ടീസിന് കഴിഞ്ഞതായും സാജൻ പുതിയോട്ടിലിന്റെ കവിതകൾക്കുള്ളത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും കവി PK ഗോപി പറഞ്ഞു. ഈ വ്യവസ്ഥ കൊടുത്ത വിഷം ചിന്ത കൊണ്ടും ജീവിതം കൊണ്ടും ഭാഷ കൊണ്ടും അമൃതാക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഈ വിഷം കൊടുത്തവനെ ഒന്നും ആരും ഓർക്കുന്നില്ലേ? വിഷം കൊടുത്തവനെ ഒന്നും ആരും ഓർക്കുന്നില്ല. ഇത് പറഞ്ഞവനെ ആൾ ഓർക്കുന്നു, ചരിത്രം ഓർക്കുന്നു, കാലം ഓർക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഈ വിഷഭാഷയൊക്കെ അങ്ങ് പോകട്ടെ. അമൃത ഭാഷ ഈ പുസ്തകത്തിലുണ്ട്. ഈ സാജൻ പുതിയോട്ടിൽ എഴുതിയ
അമൃത ഭാഷ, സഹൃദയത്വത്തിൻ്റെ ഭാഷ, വിനയത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ, മാനുഷികതയുടെ ഉത്തമമായ ഉദാത്തമായ ഒരു ഭാഷ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകത്തിന് എല്ലാ അർത്ഥത്തിലും വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാശന ചടങ്ങിൽ സാഹിത്യകാരി ഡോക്ടർ KP സുധീര മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെന്ററിംഗ് സൈക്കോളജിസ്റ്റ് അനൂപ് അവതാർ പുസ്തകം പരിചയപ്പെടുത്തി. സൈക്കോളജിസ്റ്റ് ലിയോ ജോണി പുൽപ്പള്ളി ആദ്യ വിൽപ്പന നടത്തി. വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാർ, യോഗാചാര്യൻ ഡോക്ടർ N വിജയരാഘവൻ, സുമാ വിജയൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സന്തോഷ് AS, റെസിലിയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ അനീസ് മുഹമ്മദ്, കഥാകാരി സപ്ന വിജയാനന്ദ്, ക്രൈംബ്രാഞ്ച് SI പ്രമോദ് കുമാർ G, TP രാരുകുട്ടി, സാജൻ പുതിയോട്ടിൽ, ഹർഷൻ ബംഗാലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. Ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മുൻ മേയറും CPIM നേതാവുമായിരുന്ന M ഭാസ്കരന്റെ ചരമവാർഷിക പരിപാടികൾ കരുവശ്ശേരിയിൽ നടന്നു. അനുസ്മരണ യോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സുരാജ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറും CPIM നേതാവുമായിരുന്ന M ഭാസ്കരന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടികൾ കരുവശ്ശേരിയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പതാക ഉയർത്തി. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചന, പ്രകടനം എന്നിവയും പരിപാടികളുടെ ഭാഗമായി നടന്നു. അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രായോഗികമായതും നാടിന് ഗുണം ചെയ്യുന്നതുമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു M ഭാസ്കരൻ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വരാജ് പറഞ്ഞു. പ്രായോഗികവും നാടിന് ഗുണം ചെയ്യുന്നതുമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകാനുമെല്ലാം നല്ല ജാഗ്രത പുലർത്തിയ നേതാവ് കൂടിയായിരുന്നു ഭാസ്കരൻ. ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളവരെല്ലാം അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ളവരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരുമായിരിക്കും. എന്നാൽ കാലമേറെ കഴിയുമ്പോൾ തലമുറകൾ മാറി വരും. അന്നൊരു പക്ഷേ ഒത്തുകൂടുന്നവർ 10-9 കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധമുള്ളവരായിക്കൊള്ളണം എന്നില്ല. എങ്കിലും ഇതേ വികാരവായ്പോടെ എല്ലാ കാലവും അദ്ദേഹം അനുസ്മരിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാകും. കമ്മ്യൂണിസ്റ്റുകാരുടെ വിയോഗം മറ്റു മരണങ്ങളിൽ നിന്നും വിഭിന്നമാകുന്നത് അവർ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തമെന്ന വാക്കു മറന്ന് സഹജാതർക്കും നാടിനും വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചതിൻ്റെ പേരിലാണ്. CPIM നോർത്ത് ഏരിയ സെക്രട്ടറി K രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഭരത് രാജ്, ഏരിയ കമ്മിറ്റി അംഗം VP മനോജ്, ലോക്കൽ സെക്രട്ടറി വരുൺ ഭാസ്കർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരത് ഗൗരവ് ട്രെയിനിന് കീഴിലുള്ള സൗത്ത് സ്റ്റാർ റെയിൽ ടൂർ ടൈംസുമായി സഹകരിച്ച് നടത്തുന്ന രാജസ്ഥാൻ, ഗുജറാത്ത്, ഹൈദരാബാദ് ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര പ്രഖ്യാപിച്ചു. റിസർവേഷനായി 7305858585 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ പറഞ്ഞു. The Government of India, Ministry of Railways announced a policy called the Bharat Gaurav Trains Policy to promote domestic tourism. And in this very special initiative, South Star Rail
is the first private tourist train operator, is the first Bharat Gaurav train operator in the country. എല്ലാ പാക്കേജുകളും ഉൾക്കൊള്ളുന്ന 13 ദിവസത്തെ യാത്ര നവംബർ 25-ന് ആരംഭിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ, ജയ്സാൽമീർ, ജയ്പൂർ, അജ്മീർ, ഉദയ്പൂർ, ഗുജറാത്തിലെ ഏക്ത പ്രതിമ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പാക്കേജിന്റെ ഭാഗമായി സന്ദർശിക്കും. റെയിൽവേ മന്ത്രാലയം യാത്രയ്ക്ക് 33% സബ്സിഡിയും അധ്യാപകർ, മുൻ സൈനികർ, സൈനിക സേവനത്തിലുള്ളവരുടെ കുടുംബങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഇളവുകളും നൽകും. 13 ദിവസം നീളുന്ന യാത്ര തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടും. കൊല്ലം, ആലപ്പുഴ, കായംകുളം, എറണാകുളം, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. യാത്രക്കാർക്ക് തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് പിക്കപ്പ് സൗകര്യവും നൽകും. സ്ലീപ്പർ ക്ലാസ്സിന് 34,950 രൂപ, തേർഡ് എ സിക്ക് 44,750 രൂപ, സെക്കൻഡ് എ സിക്ക് 51,950 രൂപ, ഫസ്റ്റ് എ സിക്ക് 64,950 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ. റിസർവേഷനായി www.tourtimes.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BMUP ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് സൂപ്രണ്ട് സരസ്വതി ബിജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അനാരോഗ്യകരമായ ആഹാരശീലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം. സുസ്ഥിരമായ ആഹാരക്രമവും സ്ഥിരമായ വ്യായാമവും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണെന്നും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും സരസ്വതി ബിജു ക്ലാസ്സിൽ പറഞ്ഞു. നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാം? നമുക്ക് വല്ലാത്ത ക്ഷീണം തോന്നും, അതോടൊപ്പം നമുക്ക് തടി വല്ലാണ്ട് കൂടിയതായിട്ട് തോന്നും. ഇല്ലേ, തടിക്കുന്ന ഭക്ഷണങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ ശരീരഭാരം കൃത്യമായി നമുക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. പരിപാടിയിൽ ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഷജീർ ഖാൻ വയ്യാനം, സ്മിത ലക്ഷ്മി, നിജിന, ജസി, ശാലിനി, നമ്രത, അനൂപ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ വിദ്യാഭ്യാസം ഒരുക്കുക സർക്കാർ ഉത്തരവാദിത്തമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആശ്വാസ് വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിൽ 11 കോടിയോളം രൂപ ധനസഹായം നൽകിയതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഷെയ്ഖ് സയ്യിദ് അവാർഡ് അക്ബർ ട്രാവൽസ് ചെയർമാൻ KV അബ്ദുൽ നാസറിന്. PM ശ്രീ പദ്ധതിയിലൂടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.